നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. സമ്മർദ്ദങ്ങളിൽ അകപ്പെട്ട് സ്വന്തം മതം ഉപേക്ഷിച്ചവർ വർഷങ്ങൾക്ക് ശേഷം ഹിന്ദു മതത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ്. ജാർഖണ്ഡിലെ ഹസാരിബാഗ് ഉച്ചാക് ബ്ലോക്കിലെ ബർക്കാബുർഗ് ശിവക്ഷേത്രത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ 67 കുടുംബങ്ങളിലെ 120 പേരാണ് സനാതന ധർമ്മത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നത്. രോഗശാന്തിയും ജോലിയും വാഗ്ദാനം ചെയ്ത് മതം മാറ്റപ്പെട്ടവരാണ് ഇവർ. വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവ് ദേവി സിംഗ്, RSS നേതാവായ ശ്രദ്ധാനന്ദ് സിംഗ്, രേണുദേവി മുഖിയ, സീതാദേവി, അരവിന്ദ് റാണ, അരവിന്ദ് മേത്ത, പ്രാദേശിക ജനപ്രതിനിധികൾ, ഗ്രാമവാസികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങിന് മുന്നോടിയായി വക്ഷേത്ര പരിസരത്ത് ഹർഷ് കന്യ ഗുരുകുലത്തിന്റെ നേതൃത്വത്തിൽ ഹവാന ശുദ്ധിയാഗം നടത്തുകയും ചെയ്തു. സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ള ആസൂത്രിത ഗൂഢാലോചനയാണ് മതപരിവർത്തനത്തിന്റെ പേരിൽ നടക്കുന്നതെന്ന് ദേവി സിംഗ് പറഞ്ഞു. ബലഹീനരെയാണ് ആളുകൾ ലക്ഷ്യമിടുന്നതെന്നും നിങ്ങൾ ശക്തയായാൽ അത്തരം ആളുകൾ അടുത്തുപോലും വരില്ല എന്നും എല്ലാ ക്ഷേത്രങ്ങളിലും ആഴ്ചതോറും ഹനുമാൻ ചാലീസ പാരായണം ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്ന് അയോധ്യ സന്ദർശിക്കും. ഏകദേശം 2 മണിക്കൂർ അദ്ദേഹം അവിടെ ചിലവഴിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഹനുമാൻ ഗർഹയിലും രാംലല്ലയിലും അദ്ദേഹം സന്ദർശനം നടത്തി പ്രാർത്ഥന നടത്തും. കൂടാതെ രാംസേവക് പുരത്തും കർസേവക് പുരത്തും സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുമെന്നും അറിയാൻ സാധിച്ചു. രാമക്ഷേത്ര പ്രസ്ഥാനത്തിന്റെ കാലത്ത് രാമഭക്തർ 1 മാസത്തോളം ഹവാനം നടത്തിയ സ്ഥലത്ത് നിർമ്മിച്ച രാംസേവക് പുരത്ത് ശിവക്ഷേത്രം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയ്ക്കായി നടന്നുകൊണ്ടിരിക്കുന്ന യജ്ഞത്തിൽ അദ്ദേഹം അന്തിമ വഴിപാടും അർപ്പിക്കുകയും ക്ഷേത്രത്തിന് മുകളിൽ പതാക ഉയർത്തുകയും ചെയ്യും. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സ്ഥാപകനും രാമക്ഷേത്ര പ്രസ്ഥാനത്തിന്റെ പ്രധാന നേതാക്കളിൽ ഒരാളുമായ അന്തരിച്ച അശോക് സിംഘോളിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിലും മുഖ്യമന്ത്രി പങ്കെടുക്കും. കൂടാതെ മികച്ച ദേവ പാഠശാല, മികച്ച സംസ്കൃത അധ്യാപകർ, രാജ്യത്തെ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾ എന്നിവരെ അദ്ദേഹം ഈ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്യും.